ഹലോ ട്രേഡേഴ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിന് മുന്നത്തെ വീഡിയോസിലൊക്കെ അതുപോലെ ഒരു ട്രെൻഡ് ലൈൻ സ്ട്രാറ്റജിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ സെയിം സ്ട്രാറ്റജിയിൽ തന്നെയാണ് നമ്മളിപ്പോൾ ട്രേഡ് ചെയ്ത് കാണിച്ചിരുന്നത്. കാരണം ഏതൊരു സ്ട്രാറ്റജി ആണെങ്കിലും നമ്മളതിനകത്ത് കറക്റ്റായിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റബിളായി മാറാനായിട്ട് പറ്റും. കാരണം നമുക്കുള്ള റിസ്ക് റിവാർഡ് മാത്രം കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ മതി. അതേ കാര്യങ്ങൾ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലും പറയുന്നത്. കാരണം നമുക്ക് ആ ട്രെൻഡ് ലൈൻ വെച്ചിട്ട് ഇന്ന് നല്ലൊരു ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ ആ ഒരു സ്ട്രാറ്റജി പ്രകാരം ഒരു ട്രേഡ് ഞാൻ ലൈവായിട്ട് എടുത്ത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം നമ്മൾ പ്രോഫിറ്റിലാണ് ബുക്ക് ചെയ്തത്. അതേപോലെ തന്നെ ഇന്നും നമുക്ക് നല്ലൊരു ട്രേഡ് കിട്ടിയിട്ടുണ്ട്. അത് നല്ലൊരു പ്രോഫിറ്റ് തന്നെയാണ് ബുക്ക് ചെയ്തത്. ഇന്നത്തെ മാർക്കറ്റ് കണ്ടീഷൻ തന്നെ നോക്കിയിട്ട് നമുക്ക് നേരെ ട്രേഡിൻ്റെ ഡീറ്റെയിൽസിലേക്കും കിടക്കാം. ഇത് മാർക്കറ്റ് ഓപ്പൺ ആയപ്പോൾ നമ്മളിവിടെ കുറേ അധികം ലെവലുകൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ഹയർ ടൈം ഫ്രെയിമിൽ നമ്മൾ ട്രെൻഡ് ലൈൻ്റെ സ്ട്രാറ്റജി പറഞ്ഞപ്പോഴും പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് ഹയർ ടൈം ഫ്രെയിമിൽ ഒരു മാർക്കറ്റിന് ഒരു വ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ലോവർ ടൈം ഫ്രെയിമിൽ നല്ല രീതിയിൽ സ്കാൽപ്പ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആ ഒരു ലോജിക്ക് പ്രകാരമാണ് നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ ലെവൽസ് എല്ലാം നോക്കി വെച്ചേക്കുന്നത്. പിന്നെ എൻ്റേതായ ട്രേഡിംഗ് രീതി എന്ന് പറയുന്നത് ട്രെൻഡ് ലൈൻ അല്ല, എന്നാലും ഒരു ലോജിക്ക് വെച്ച് പറഞ്ഞുതരാം. എൻ്റെ രീതി എന്ന് പറഞ്ഞാൽ കൂടുതലും ട്രാപ്പ് ആവുന്ന ലെവലിലാണ് ഞാൻ ട്രേഡ് എടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു പോയിന്റിലാണെങ്കിൽ ഇത് നമുക്കൊരു സപ്പോർട്ട് ലെവലായിരുന്നു. സെയിം പോയിന്റിലേക്ക് വന്നപ്പോൾ നല്ല രീതിക്ക് തന്നെ വീണ്ടും ബയേഴ്സ് ആക്റ്റീവ് ആവുന്നതാണെന്നുണ്ട്. സോ ഈ ഒരു സ്ട്രോങ് ക്യാൻഡിലൊക്കെ ട്രേഡിലേക്ക് എൻ്റർ ചെയ്ത ആൾക്കാരുടെ സ്റ്റോപ്പ് ലോസ് എന്തായാലും ഈ ഒരു പോയിന്റിലായിരിക്കും ഉണ്ടാവുക. സോ ആ ഒരു ലോജിക്ക് വെച്ചിട്ടാണ് ഞാൻ സ്റ്റുഡൻസിനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ലെവലിൽ വാച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലെവലിൽ അത്യാവശ്യം നല്ല ട്രേഡേഴ്സ് സ്റ്റുഡൻസൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനിവിടെ ഒരു സിഗ്നലായിട്ട് അവർക്ക് കൊടുത്തല്ല, കാര്യങ്ങൾ അവരിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊന്ന് വാച്ച് ചെയ്യാൻ പറഞ്ഞു. സോ അവർ കറക്റ്റായിട്ട് പഠിച്ചുകൊണ്ട് തന്നെ അവർക്കും കാര്യങ്ങൾ അറിയാം എങ്ങനെ ട്രേഡ് എടുക്കണം എന്നുള്ളത്. സോ അവിടെ ഒരു കോൺഫിഡൻസും കൂടെ കിട്ടുമ്പോഴാണ് അവർക്കും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. സോ സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ നല്ല രീതിക്ക് തന്നെ ഒരു അപ്സൈഡ് മൊമെൻറ്റം നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടല്ലോ. മാർക്കറ്റിൽ എപ്പോഴും ഇതുപോലെ തന്നെ അപ്സൈഡ് മൂവ്മെൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് എഗൻസ്റ്റ് ആയിട്ടൊരു സെല്ലിംഗ് കൂടെ കാണാം, കാരണം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ്. പക്ഷേ ഈ ഒരു പോയിന്റ് ഇപ്പോൾ ഞാൻ എൻട്രി എടുക്കാൻ നേരത്ത് ഞാൻ ആ ടൈം ഫ്രെയിമും കൂടെ ഒന്ന് മാറ്റി കാണിച്ചു തരാം. എൻ്റെ ട്രേഡ് ഉണ്ടായിരുന്ന 1 മിനിറ്റിലായിരുന്നു. ഞാൻ കൂടുതലായിട്ടും ഫോളോ ചെയ്യുന്ന 1 മിനിറ്റിൽ തന്നെ ട്രേഡ് എടുക്കാനാണ്. അതുകൊണ്ട് തന്നെ സ്കാൽപ്പിംഗ് അത്യാവശ്യം എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാനും പറ്റും. കാരണം ലോവർ ടൈം ഫ്രെയിമിലായതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊരു മൊമെൻറ്റും ക്യാച്ച് ചെയ്തിട്ട് അത്യാവശ്യം നല്ല റിസ്ക് റിവാർഡ് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഈ ഒരു പോയിന്റിലേക്ക് നോക്കി ഇവിടെ അത്യാവശ്യം നല്ല സെല്ലിംഗ് നടക്കുന്നുണ്ട്. സെല്ലിംഗ് അല്ല, ചെറിയൊരു കറക്ഷൻ നടക്കുകയാണ്. സ്ട്രോങ് ആയിട്ടൊരു ബൈങ് നടന്നായിരുന്നു, പിന്നെ ഒരു കറക്ഷൻ. അപ്പോൾ ഇവിടെ പോയിട്ട് ഞാനൊരു ഡൗൺ സൈഡിലേക്ക് പെട്ടെന്നൊരു എൻട്രി പ്ലാൻ ചെയ്തിട്ടില്ല. കാരണം നമുക്കവിടെ കറക്റ്റായിട്ടൊരു വ്യൂ വേണമല്ലോ എങ്ങോട്ടാണ് ട്രേഡ് പ്ലാൻ ചെയ്യേണ്ടതെന്ന്. അതേ പോയിന്റ് നോക്കുവാണെങ്കിലും ഇവിടെ നടന്ന സെല്ലിങ്ങും അതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന ബൈയിങ്ങും നോക്കുകയാണെങ്കിൽ ബൈയിങ് ആണ് ഇച്ചിരി സ്ട്രോങ് ആയിട്ടുള്ളത്. അപ്പോൾ ആ സെയിം പോയിന്റ് തന്നെ നമ്മളൊരു നോക്കുമ്പോൾ അപ്പ് സൈഡിലേക്കാണല്ലോ നമുക്കൊരു എൻട്രി വേണ്ടത്. അതൊരു ബ്രേക്ക് ഔട്ട് എൻട്രിയാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സെയിം പോയിന്റ് നോക്കിയാലും ഇവിടെ നിന്നൊരു ട്രെൻഡ് ലൈൻ നമുക്ക് കറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റും. ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് ഈ ഒരു പോയിന്റിലായിരുന്നു എൻ്റെ എൻട്രി വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ആ ട്രേഡിൻ്റെ ഡീറ്റെയിൽസും കൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ക്ലിയർ ആവും. ആ ഒരു പോയിന്റിൽ വെച്ചിട്ട് കറക്റ്റ് ഞാൻ എൻട്രി പ്ലാൻ ചെയ്തു. ഏകദേശം ചെറിയൊരു ക്വാണ്ടിറ്റി അവിടെ. ഇവിടുത്തെ പ്രോഫിറ്റിൻ്റെ വലിപ്പമൊന്നും നോക്കണ്ട, കാരണം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിൽ ട്രേഡ് ചെയ്ത് കാണിച്ചു തരുന്നതാണ് ഇത്. അതിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഒരു 50 സിംഗിൾ ലോട്ടിലാണ് നമ്മൾ ട്രേഡ് ചെയ്തിട്ടുണ്ട് നിഫ്റ്റിയിൽ. ഈ ഒരു ട്രേഡ് മാക്സിമം എത്ര മിനിറ്റ് ഹോൾഡ് ചെയ്തേക്കാൻ നോക്കി. 12:15 നമ്മൾ ട്രേഡ് എടുത്തു. ഓക്കെ ആണല്ലോ. വെറും ഒരു 4 മിനിറ്റേ ഹോൾഡ് ചെയ്തിട്ടുള്ളൂ. അത്യാവശ്യം നമുക്ക് ഒരു 1000 നമ്മുടെ പ്രോഫിറ്റ് ഇതോടെ കാണാൻ പറ്റുന്നുണ്ട്. കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. എൻ്റെ ഒരു ട്രേഡിലെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ആയിരുന്നു. നമുക്ക് ഇതിൽ തന്നെ ഈ ഒരു 2 ക്യാൻഡിൽ തന്നെ അത്യാവശ്യം നല്ല മൊമെൻറ്റം ക്യാൻഡിലാണല്ലോ ഇവിടെ കിട്ടിയേക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മളെപ്പോഴും നോക്കുന്നത് മൊമെൻറ്റം ക്യാച്ച് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ ട്രെൻഡ് ലൈനിൽ ഇപ്പോൾ നമുക്ക് 3 രീതിയിൽ എൻട്രി എടുക്കാമെന്ന് പറഞ്ഞായിരുന്നു. ട്രെൻഡ് കണ്ടിന്യൂഷനും ബ്രേക്ക് ഔട്ടും റീടെസ്റ്റും. ഇത് നോക്കുകയാണെങ്കിലും ഒരു ബ്രേക്ക് ഔട്ടും കിട്ടിയ ഒരു റീടെസ്റ്റും കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ട്രേഡിലാണെങ്കിലും അത്യാവശ്യം നല്ലൊരു റിസ്ക് റിവാർഡ് ക്യാച്ച് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. ഏകദേശം ഒരു സിംഗിൾ ലോട്ടിൽ ഒരു 500 റുപ്പീസാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ആയിട്ട് ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേ കാര്യങ്ങൾ ഓപ്ഷൻസിലേക്ക് വന്നപ്പോൾ നല്ല മൊമെൻറ്റം കിട്ടിയതുകൊണ്ട് തന്നെ നമുക്ക് പ്രീമിയത്തിലാണ് നല്ല ഷൂട്ടപ്പ് കിട്ടിയിട്ടുണ്ട്. സോ അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്യാനും ഇത് തന്നെ മതിയല്ലോ. ഞാൻ ആ പ്രീമിയത്തിൻ്റെ ചാർട്ടും കൂടെ ഒന്ന് കാണിച്ചു തരാം. കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? കാരണം നമുക്ക് സ്പോട്ടിൽ കിട്ടുന്നതിനേക്കാളും മൂവ്മെൻ്റ് ആയിരുന്നു നമുക്കിവിടെ പ്രീമിയത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഈ ഒറ്റൊരു ക്യാൻഡിലാണ്ടല്ലേ ഇവിടെ കിട്ടിയ ഒറ്റൊരു ക്യാൻഡിലാണ് പ്രീമിയത്തിലും കാണുന്നത്. അത്യാവശ്യം നമുക്ക് നല്ല മൂവ്മെൻറ്റ് അവിടെ നിന്ന് ഷൂട്ടപ്പായി കിട്ടിയിട്ടുണ്ട്. ആ ഒറ്റൊരു ക്യാൻഡിൽ തന്നെ ഏകദേശം നമുക്കൊരു 1:2 മുകളിൽ പ്രോഫിറ്റും കിട്ടിയിട്ടുണ്ട്. സോ നമ്മളിവിടെ എപ്പോഴും നോക്കുന്നത് റിസ്ക് റിവാർഡ് കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പ്രോഫിറ്റിൽ നിൽക്കാനായിട്ട് പറ്റും. ഏതൊരു സ്ട്രാറ്റജി ആണെങ്കിൽ അതിനകത്ത് ലോസ് കിട്ടാനുള്ള സാധ്യത ഉണ്ടാവുക തന്നെ പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നമുക്കെപ്പോഴും ഈ ലോസുകളുടെ എണ്ണം അല്ലെങ്കിൽ ലോസുകളുടെ വലുപ്പം കുറച്ചിട്ട് പ്രോഫിറ്റിൻ്റെ വലുപ്പം കൂട്ടാനായിട്ട് ശ്രമിച്ചാൽ മാത്രം മതി. ഇപ്പോൾ ട്രെൻഡ് ലൈനിലാണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ തന്നെ വർക്കാവും. കാരണം നമുക്ക് ഇതിൽ പല രീതിയിലും ട്രേഡ് എടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, ട്രെൻഡ് കണ്ടിന്യൂഷനിൽ എടുക്കാം, ബ്രേക്ക് ഔട്ടിൽ എടുക്കാം, റീടെസ്റ്റിലും എടുക്കാം. നമുക്ക് കറക്റ്റായിട്ടൊരു ഐഡിയ ഉണ്ടെങ്കിൽ, എപ്പോഴും ഒരു ഐഡിയയും ആ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഒരു കോൺഫിഡൻസും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഏതൊരു സ്ട്രാറ്റജിയിലാണെങ്കിലും വിജയിക്കാനായിട്ട് പറ്റും.
കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടോ? ഇതേപോലെ തന്നെ നമുക്ക് ഇനി എടുക്കുന്ന ട്രേഡുകളാണെങ്കിലും മുന്നോട്ട് വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം. കാരണം ഈ ഒരു ട്രെൻഡ് ലൈനിലാണെങ്കിൽ ഏതൊക്കെ ട്രേഡ് എടുക്കുന്നോ അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് വീഡിയോ നമുക്ക് മുന്നോട്ട് വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. സോ ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. നമ്മളെടുത്ത ട്രേഡിൻ്റെ ഒരു ലോജിക്കും കാര്യങ്ങളും പറയാനായിട്ട്. അതുപോലെ തന്നെ ചാനൽ ഇതിനകത്ത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യാൻ, അതുപോലെ തന്നെ നിങ്ങൾ ട്രേഡിങ്ങിലെ ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കാനും ശ്രമിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരിലൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുകൂടെ ഒന്ന് ചെയ്യാനും കൂടെ ശ്രമിക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.